ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ ടേസ്റ്റുള്ള റവ കേക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ വെട്ടുകേക്ക് തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദ, 1/2 കപ്പ് റവ, 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് നെയ്യ്, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, 2 മുട്ട, 1 പിഞ്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കളറിന് പകരമായിട്ടാണ് ചേർക്കുന്നത്. ആദ്യം നമുക്ക് പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മൈദയിലേക്ക് റവയും പഞ്ചസാരയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഏലക്കപ്പൊടിയും സോഡാപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ആവശ്യമുള്ളെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർക്കാം. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായി ഒന്ന് പരത്തിയെടുക്കണം. കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് കനം കുറയ്ക്കാതെ ഇതൊന്ന് പരത്തിയെടുക്കണം. ഇനി ഇത് ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാം. കഷ്ണങ്ങളാക്കിയ ശേഷം അതിൻ്റെ സൈഡിലൂടെയോ നടുക്കൂടെയോ വെട്ടിട്ട് കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണം.
നമ്മുടെ വെട്ടുകേക്കെല്ലാം ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. റവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.